സാർ ഇപ്പം അമേരിക്ക H1B വിസയുടെ കാര്യത്തിൽ ചില കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. അത് സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പമുണ്ട്. ഇപ്പോൾ അവിടെ നിൽക്കുന്നവർക്കാണോ ഇനി പോകാൻ പോകുന്നവർക്കാണോ ഇപ്പം ഈ IT മേഖലയിൽ നിൽക്കുന്നവരാണ് ഏറ്റവും വലിയ ആശയക്കുഴപ്പത്തിന് അടിമകളായിട്ടുള്ളത്? ഇത് ഈ ശനിയാഴ്ച ഉച്ചയ്ക്ക് അവിടുത്തെ സമയമാണ് ഈ പറയുന്നത്. ട്രംപിൻ്റെ പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് ഈ കാര്യത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാര്യത്തിന് വ്യക്തത വരേണ്ടതാണ്. വിശദീകരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു വൺ ടൈം ഫീസാണ്, ഒറ്റത്തവണ കൊടുക്കുന്ന തുക ആണ്. ഇത് പുതിയ വിസകൾക്ക് മാത്രമാണ്. അപ്പോൾ കൊടുത്തു കഴിഞ്ഞതിൽ കൂടുതലൊന്നും ഇനി ആഡ് ചെയ്യണം എന്നൊന്നും ആരും വിചാരിക്കണ്ട. പുതുതായിട്ട് ഇനി എടുക്കാൻ പോകുന്ന വിസകൾക്ക് മാത്രമാണ് ഇത് ബാധകം. റിന്യൂവൽ പുതുക്കുന്ന പുതുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. എക്സിസ്റ്റിംഗ് വിസ 3 കൊല്ലത്തേക്കാണ് ഇത് കൊടുക്കുന്നത്. H1B വിസ ഓൾറെഡി എടുത്തിട്ടുള്ള ആളുകൾ ഇനി അത് പുതുക്കേണ്ടതൊന്നുമില്ല. ഈ തുക കൊടുത്ത് പുതുക്കേണ്ടതില്ല. പിന്നെ റിന്യൂവൽസിന് ഇത് ബാധകമല്ല. പുതുതായിട്ട് എടുക്കുമ്പോൾ കൊടുക്കുന്ന ഫീസാണ് ഇത്, വൺ ടൈം. അപ്പോൾ നോട്ട് കറൻറ്റ് വിസ ഹോൾഡേഴ്സ്, ഇപ്പോൾ വിസ H1B വിസ ഇപ്പോൾ കയ്യിലുള്ളവരൊന്നും ഭയക്കേണ്ടതില്ല. അടുത്ത സൈക്കിളിലേ ഇത് വരുള്ളൂ എന്നും കരോലിൻ ഡേവിറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇനി വിസയുടെ സമയം വരുമല്ലോ, ആ സമയത്ത് ഇത് ബാധകമാവുള്ളൂ. ഇപ്പോഴുള്ളവർ അമേരിക്കയ്ക്ക് പുറത്ത് ഇപ്പോൾ പോയവർ, അതായത് അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഈ വിസ വാങ്ങിയവർ പുറത്തേക്ക് ജോലി സംബന്ധമായിട്ടോ കുടുംബത്തിലെ അവധിയായിട്ടോ ഒക്കെ പോയിട്ടുണ്ടാവുമല്ലോ. അവർ തിരിച്ചു വരുമ്പോഴും ഈ വിസ $1,00,000 കൊടുത്തിട്ട് 88 ലക്ഷം രൂപ മുടക്കി റീ എൻറ്റർ ചെയ്യേണ്ടി വരുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അതും ഇല്ല, അതും തള്ളിയിട്ടുണ്ട്. അപ്പോൾ ലീവ്, എൻറ്റർ, ഇങ്ങനത്തെ റീ എൻട്രി, ഇതൊക്കെ നേരത്തെ എങ്ങനെയാണോ എടുത്ത വിസയിൽ ഉണ്ടായിരുന്നത് അത് തന്നെയാണ് ബാധകം. ഇനി വരുന്ന പുതിയ വിസകൾക്ക് മാത്രമാണ്. കൃത്യമല്ലേ ഇപ്പോൾ? അപ്പം അങ്ങനെയാണ്. പക്ഷേ ഇതിൽ കൺഫ്യൂഷൻ വന്നത് അവിടുത്തെ കൊമേഴ്സ് സെക്രട്ടറി ലുട്നിക്ക് പറഞ്ഞു ഇത് വാർഷിക ഫീസാണ് എന്ന് പറഞ്ഞു. വാർഷിക ഫീ ആണ് ഇതെന്ന് പറഞ്ഞപ്പോൾ ഇനിയും ഈ എടുത്തവർ തന്നെ ഇത് കൂടുതൽ കൊടുക്കേണ്ടി വരുമോ, അമേരിക്കയ്ക്ക് പുറത്ത് ഇപ്പോൾ തൽക്കാലത്തേക്ക് പോയിരിക്കുന്നവർ അവധിയായിട്ടോ ജോലി സംബന്ധമായിട്ടോ പോയിട്ടുള്ളവരും ഒക്കെ ഇത് പുതുക്കേണ്ടി വരുമോ, കൂടുതൽ കാശ് കൊടുക്കേണ്ടി വരുമോ? കാരണം നേരത്തെ $2,000 $5,000 ആയിരുന്നല്ലോ, അത് $1,00,000 ആക്കിയിരിക്കല്ലേ. അപ്പോൾ കൂടുതൽ കൊടുക്കേണ്ടി വരുമോ? കാരണം ഇത് കമ്പനികളാണ് സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ കമ്പനികൾ ഇനി ഇത് കൂടുതൽ പൈസ കൊടുത്തിട്ട് പുതുക്കുവോ അതോ നമ്മളെ പിരിച്ചുവിടുവോ? ഇപ്പം ഇന്ത്യയിൽ കഴിയുന്ന ആളെ ഇനി വരണ്ട, അതേ കൂട്ടിയിട്ടുണ്ട്, മോൻ അവിടെ ഇരുന്നോ എന്ന് പറയുമോ? ഇങ്ങനെ ധാരാളം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായി. അതിൻ്റെ ആവശ്യമില്ല. ഇതൊരു വൺ ടൈം തുകയാണ്. US-ലുള്ളവർ ഇത് ചെയ്യേണ്ടതില്ല. $1,00,000 ആണ്, 88 ലക്ഷം രൂപ. വെള്ളിയാഴ്ച ആയിരുന്നു ട്രംപിൻ്റെ വിളംബരം. അപ്പോൾ എല്ലാവരും പേടിച്ചത് ഇന്ത്യയുടെ മുകളിൽ താരിഫ് ഇല്ലേ, 50% ഉണ്ട്, 25% പിഴ ആണ്. മറ്റേത് 25% പകരം തീരുവ, റെസിപ്രോക്കൽ താരിഫ്. എന്നാൽ പിന്നെ ഒരെണ്ണം കൂടി ഇന്ത്യയുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാം. പക്ഷെ ഒരു അടിച്ചേൽപ്പിക്കൽ ഇതിലുണ്ട്. അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. 2,000 രൂപ മുതൽ 5,000 രൂപ, അതായത് $, വരെയാണ് ഇപ്പോൾ. അത് കമ്പനികളുടെ സൈസും ഹയർ ചെയ്യുന്ന ആ കോസ്റ്റ് ഇല്ലേ, ഒരാൾ ജോലിക്ക് എടുക്കുമ്പോൾ, അതും വെച്ചിട്ടാണ് ആ 2,000 വേണോ 5,000 വേണോ എന്ന് തീരുമാനിച്ചിരുന്നത്. 3 വർഷത്തേക്കാണ്. പിന്നീട് 3 വർഷം കഴിയുമ്പോൾ അത് റിന്യൂ ചെയ്യുക, അങ്ങനെയായിരുന്നു. കമ്പനികളാണ് ഈ പണം കൊടുക്കുന്നത്. പല കമ്പനികളും, അമേരിക്കൻ കമ്പനികളും സ്പോൺസർഷിപ്പ് ഉണ്ടോ എന്ന് നമ്മുടെ ആ അപ്ലിക്കേഷൻ ഫോമില്ലേ അതിൽ ചോദിക്കാറുണ്ട്. വിവരങ്ങൾ ചോദിക്കുമ്പോൾ ഇതൊരു കോളം പ്രത്യേകിച്ചുണ്ട്, സ്പോൺസർഷിപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? യെസ് എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എടുക്കില്ല. അതാണ് അമേരിക്കൻ കമ്പനികൾ സാധാരണ ചെയ്യുന്നത്. കാരണം അതിന് ഒരുപാട് നൂലാമാലകൾ കമ്പനി വഹിക്കേണ്ടി വരുമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ 4 ലക്ഷം വിസ
ഇന്ത്യക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യക്കാർ 2022 ഒക്ടോബർ മുതൽ 2023 സെപ്റ്റംബർ വരെ 4 ലക്ഷം വിസ കൊടുത്തിട്ടുണ്ട്. ആ 4 ലക്ഷം മൊത്തം ആഗോളമായിട്ട് H1B വിസ ജോലിക്കാർക്ക് 2022 ഒക്ടോബർ മുതൽ 2023 സെപ്റ്റംബർ വരെ കൊടുത്ത 4 ലക്ഷം വിസയിൽ 72% ഇന്ത്യക്കാർക്കാണ്. 72%. അപ്പം ഇനി കമ്പനികൾ $1 ലക്ഷം കൊടുത്തിട്ട് സ്പോൺസർ ചെയ്യുമോ എന്നുള്ള വിഷയമുണ്ട്. വലിയ തുകയല്ലേ, 5 പേരെ എടുക്കുമ്പോൾ 5 കോടിയേ ഇല്ലേ. അപ്പൊ അത്രയും പൈസ മുടക്കേണ്ടതുണ്ടോ? 2000 5000 ഒക്കെ ആണെങ്കിൽ അഫോർഡബിൾ ആയിരുന്നു. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ IT കമ്പനികൾ ഇൻഫോസിസ്, TCS, HCL, വിപ്രോ, ഈ 4 ഭീമന്മാര് 2000 പേർക്ക് ഈ സമയത്ത് ജോലി കൊടുത്തിട്ടുണ്ട്. സെപ്റ്റംബർ 21 ആണ് ഈ തീരുമാനം അല്ലേ നിലവിൽ വരുന്നത്. അപ്പോൾ ആളുകൾ പേടിച്ചു പോയി. സെപ്റ്റംബർ 21 നിലവിൽ വരുന്നു എന്ന് പറയുമ്പോൾ 24 മണിക്കൂർ കൊണ്ട് ഇത് മുഴുവൻ ചെയ്യണം. പല ആളുകളും പലയിടത്ത് കുടുങ്ങിപ്പോവും അല്ലേ. പിന്നെ അങ്ങോട്ട് തിരിച്ച് പ്രവേശിപ്പിക്കില്ല. ഈ സെപ്റ്റംബർ 21 എന്ന് പറഞ്ഞ പരിധി അന്ത്യശാസനം പോലെയൊക്കെ വന്നുകൊണ്ടാണ് പേടിച്ചു പോയത്. 24 മണിക്കൂർ എന്നൊക്കെ വിചാരിച്ചു പോയത്. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള വ്യക്തത വന്നിട്ടുണ്ട്. ലീവ് എടുത്ത് പോയവർക്കൊക്കെ പഴയ വിസയിൽ തന്നെ റീ എൻട്രി ചെയ്യാം. ആ സംശയമൊക്കെ തീർന്നല്ലോ. അപ്പോൾ ഇന്ത്യ ഇത് കേട്ടപ്പോൾ പറഞ്ഞിരുന്നു ഇത് ഹ്യൂമാനിറ്റേറിയൻ പ്രശ്നങ്ങളുണ്ട് ഇതിൽ അല്ലേ, മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഇതിലുണ്ട് എന്ന് ആദ്യം കേട്ടപ്പോൾ പറഞ്ഞിരുന്നു. കാരണം കുടുംബമൊക്കെ അതായത് ഇന്ത്യയിലേക്ക് ഒരാൾ വന്നിരിക്കുന്നു, കുടുംബം അമേരിക്കയിലാണ്, ഇയാൾക്ക് വിസ പുതുക്കിയാലേ $1 ലക്ഷം കൊടുത്താലേ തിരിച്ചു. അപ്പോൾ കുടുംബങ്ങളിൽ തന്നെ വിള്ളലുകൾ വരുന്നു എന്നൊക്കെ ഇന്ത്യ പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെ അമേരിക്ക പറയുന്നത് ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനികൾ ചൂഷണം ചെയ്യുന്നു. ഈ ചെറിയ വിസ തുക വെച്ചിട്ട് അമേരിക്കൻ തൊഴിലാളികളെ, ജീവനക്കാരെ റീപ്ലേസ് ചെയ്യാനായിട്ട്, അവരെ പിരിച്ചുവിട്ടിട്ട് ഇന്ത്യക്കാരെയോ വേറെ ആളുകളെയോ ഒക്കെ എടുക്കാനായിട്ട് ചീപ്പ് ലേബർ, അവിടെ ഇത്ര ശമ്പളം കൊടുക്കണം എന്നൊക്കെ ഉണ്ടല്ലോ, പൈസ കുറഞ്ഞ ആളുകളെ എടുക്കാൻ വേണ്ടി അമേരിക്കക്കാരെ പിരിച്ചുവിടുന്നു. പിന്നെ ഇന്ത്യക്കാരെയൊക്കെ എടുത്തു വെക്കുന്നു. ഇതാണ് ഒരു കാരണം പറഞ്ഞത്. പിന്നെ സ്കിൽഡ് ലേബർ ആണല്ലോ ഇത്, നൈപുണ്യം വേണ്ട തൊഴിലുകൾ സംബന്ധിച്ചതാണ്. അപ്പോൾ ദേശീയ സുരക്ഷയെ ബാധിക്കുന്നു എന്ന് അമേരിക്ക പറഞ്ഞു. അതുകൊണ്ട് ദേശീയ സുരക്ഷ പറഞ്ഞാൽ ഇത് കോടതി പോകുമ്പോൾ തട്ടിക്കളയാതിരിക്കുള്ളൂ. താരിഫിൻ്റെ കാര്യത്തിലും പറഞ്ഞു, പക്ഷെ താരിഫ് ലോവർ കോർട്ടിലും അപ്പീൽ കോർട്ടിലും തട്ടിക്കളഞ്ഞു. തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി സുപ്രീം കോടതിയിൽ കിടക്കുകയാണ്. നവംബറിൽ അതിൻ്റെ തീരുമാനം വരും. അപ്പോൾ ക്രിട്ടിക്കൽ സയൻസ്, ടെക്നോളജി, എൻജിനീയറിങ്, സ്റ്റെം, ഈ മേഖലകളിലാണ് ഇത് പ്രധാനമായിട്ടും ആളുകൾ എടുത്തുകൊണ്ടിരുന്നത്. സ്റ്റെം മേഖലയിൽ വിദേശികൾ 2019 കാലത്ത് 19 കൊല്ലം കൊണ്ട് ഇരട്ടിച്ചു. വിസകൾ ഇരട്ടിയായി. 12 ലക്ഷത്തിൽ നിന്ന് 25 ലക്ഷം ആയി വിസ. അതായത് ഇന്ത്യക്കാരെ എടുത്തത് ഇരട്ടിച്ചു. 12 നിന്ന് 25% പക്ഷെ മൊത്തം അതിൽ കൂടുതൽ വന്നിരിക്കുന്നത് 45% മാത്രമാണ്. മൊത്തം ഇരട്ടിയായിട്ടില്ല. ഇന്ത്യക്കാരെ എടുത്തത് ഇരട്ടിയായിട്ടുണ്ട്. ഇതാണ് അവർ പറയുന്ന ഡാറ്റ. സ്റ്റെമ്മിൽ വിദേശികൾ ഇരട്ടിച്ചു, 12 നിന്ന് 25 പക്ഷെ ഓവറോൾ 45 ആയുള്ളൂ. അപ്പോൾ അമേരിക്കക്കാർക്കല്ലല്ലോ ജോലി കിട്ടിയിരിക്കുന്നത്. അതുപോലെ മറ്റേ ഈ കമ്പ്യൂട്ടർ സയൻസ്, അതിൽ 2019 കാലത്ത് 17.7% കൂടുതൽ വന്നിട്ടുണ്ട്. IT-യിൽ 32%, 2003 കഴിഞ്ഞ 5 വർഷം കൊണ്ട് 65% ആയിട്ടുണ്ട് IT. പക്ഷെ 65% ആകുമ്പോൾ 65% അമേരിക്കക്കാർക്കല്ല ജോലി കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അമേരിക്കക്കാര് കരയേണ്ട കാര്യമില്ലല്ലോ. ഇന്ത്യക്കാർക്ക് ഈ കാര്യത്തിൽ വൈദഗ്ധ്യമുണ്ട്.
സ്കിൽ വേണ്ട മേഖലകളിൽ ഇന്ത്യക്കാർക്ക് ധാരാളം വൈദഗ്ധ്യമുണ്ട്. പിന്നെ അവർക്ക് ഭാഷാ സ്വാധീനം, വിവരമുണ്ട്, ബോധമുണ്ട്. ഇതൊക്കെ കൊണ്ടാണ്. അപ്പോൾ ശരിക്കും പറയുക ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഈ IT പ്രൊഫഷണലുകൾ സംഭാവന ചെയ്തത് ഇന്ത്യയും ചൈനയുമാണ്. പക്ഷേ ഇന്ത്യക്കാണ് ചൈനയേക്കാൾ നന്നായിട്ട് ഭാഷാ പ്രാവീണ്യമുള്ളത്. അതുകൊണ്ട് തന്നെ ഭാഷ അറിയില്ല. ഞാൻ ചൈനയിൽ പോയതാണല്ലോ. അവിടെ എന്താന്ന് വെച്ചാൽ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കും. അതുകൊണ്ട് നമ്മൾ സാധാരണ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നല്ലേ പഠിപ്പിക്കുന്നത്. അതില്ല അവിടെ. അവിടെ മിൽട്ടൺ പാരഡൈസ് ലോസ്റ്റ് എന്നൊന്നും പറഞ്ഞ് അവിടെ ഒന്നും ഒരു ചൈനക്കാരനെ സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. അവിടെ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്നത് സ്പോക്കൺ ഇംഗ്ലീഷാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ IIT പ്രോഡക്റ്റുകളാണ് അമേരിക്കയുടെ തലപ്പത്തെ IT കമ്പനികളിലൊക്കെ വരുന്നത്. അപ്പോൾ ഇന്ത്യക്കാരെ ഒഴിവാക്കാൻ അമേരിക്കയ്ക്ക് ഒട്ടും പറ്റത്തുമില്ല. എങ്കിൽ ഇന്ത്യക്കാരെ വെച്ചിട്ട് എടുക്കുകയാണല്ലോ. എന്നാൽ കാശ് കൂട്ടിയിട്ട് അവിടെ 35 ലക്ഷം അല്ലേ ഡോളർ, ട്രില്യൺ 35 ട്രില്യൺ ഡോളർ കടമുണ്ട്. അതെ, അമേരിക്കയ്ക്ക്. അമേരിക്കയ്ക്ക് എങ്ങനെയെങ്കിലും ഈ കടത്തിൽ നിന്ന്, ശരിക്കും ഒരു ദരിദ്രവാസി രാജ്യമാണത്, രക്ഷപ്പെടാൻ വേണ്ടി എല്ലായിടത്തും ഈ തുകകൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാണുന്നത്. ആശങ്ക വേണ്ട, പക്ഷെ ആശങ്ക വേണം താനും. ഏത് കാരണം $1 ലക്ഷം കൊടുത്ത് ഇനി കമ്പനികൾ സ്പോൺസർ ചെയ്യുമോ? അതോ ആ കമ്പനികൾ ഇൻഫോസിസും വിപ്രോയും TCSും ഒക്കെ അമേരിക്ക വേണ്ട എന്ന് വെച്ചിട്ട് വേറെ എവിടെയെങ്കിലും ഫാക്ടറികൾ തുടങ്ങാമല്ലോ. അതെ, നമുക്ക് വേണമെങ്കിൽ ഇനി ചൈനയിൽ പോയിട്ടും തുടങ്ങാമല്ലോ, അടുത്തല്ലേ. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.